പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ വിശുദ്ധ കുരിശിനാൽ മുദ്രണം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഈശോയെ, എൻ്റെ ശക്തിയും വഴികാട്ടിയുമായ ദൈവമേ, അങ്ങെനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹം അനുഭവിക്കാനായി എനിക്ക് നൽകിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ അവിടുത്തെ ആഗ്രഹം പോലെ നടത്തണമേ. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ വിളക്കായി അങ്ങ് പ്രകാശിക്കണമേ. അവിടുത്തെ സ്നേഹം എന്നെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കഠിനമായ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈശോയെ, നിന്റെ ആശ്രയം എന്നെ ബലപ്പെടുത്തുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ ഞാനിതാ അങ്ങേ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങയുടെ മുൻപിലിതാ സമർപ്പിക്കുന്നു. എന്നെ ജീവിതത്തിൽ ആരുടെ മുന്നിലും തോറ്റുപോകാൻ ഇടയാക്കല്ലേ തമ്പുരാനെ. ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി ജീവിക്കാൻ അങ്ങെന്നെ അനുവദിക്കരുതേ. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. മക്കളെക്കുറിച്ച് ഓർത്തുള്ള മനസ്സിൻ്റെ ആകുലതകൾ അവിടുന്ന് കാണുന്നുണ്ടല്ലോ. ജീവിത പങ്കാളിയുടെ തെറ്റായ ജീവിതം, ദുശീലങ്ങളൊക്കെ ഓർത്ത് വേദനിക്കുന്ന മക്കളേറെയാണ് കർത്താവേ. ഓരോ മക്കളുടെയും സങ്കടങ്ങൾ കേട്ട് അവരുടെ അപേക്ഷകൾ അങ്ങ് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിൻ്റെ പുത്രനായ എൻ്റെ യേശുവേ, മരിച്ചവരിൽ നിന്ന് ഉയർത്തവനായ എൻ്റെ യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേലെല്ലാം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിറുക മുതൽ ഉള്ളംകാല് വരെ ഓരോ കോശങ്ങളിലേക്കും യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവെന്ന നാമം ഒരഗ്നിയായി ഇവരിലേക്ക് കത്തിപ്പടരട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും ഇവരിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമമാണ്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ യേശുനാമം വിളിച്ച് ഈ പ്രഭാതത്തിൽ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ സാത്താൻ്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും ഉപദ്രവിക്കാൻ വരുന്ന തിന്മയുടെ ശക്തികളെല്ലാം യേശുനാമം കേൾക്കുമ്പോൾ ഭയത്തോടെ ഓടട്ടെ. ഈ സമയം എല്ലാവരും ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. എല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് യേശുവേ 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 എന്ന് യേശുവിൻ്റെ നാമം മാത്രം ഹൃദയങ്ങളിൽ നിറയട്ടെ. അധരത്തിൽ യേശുവിൻ്റെ നാമം മാത്രം ഉരുവിട്ടുകൊണ്ടിരിക്കട്ടെ. യേശുവേ 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 ഈശോയെ ഈശോയെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളിലേക്കും യേശുവെന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കെല്ലാം യേശുവെന്ന നാമത്തിൻ്റെ ശക്തി നിറയട്ടെ. ഈശോ എന്ന നാമത്തിൻ്റെ ശക്തി നിറയട്ടെ. പഠനം യേശു നാമത്തിൽ എളുപ്പമാകട്ടെ. മക്കളുടെ ഓർമ്മ ശക്തി, ബുദ്ധിശക്തി, ഗ്രഹണശക്തി യേശു നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ ചോദിക്കുന്നവയെല്ലാം എൻ്റെ പിതാവ് സാധിച്ചു തരുമെന്നാണ് വചനത്തിലൂടെ ഈശോ പറഞ്ഞത്. ഈ സമയം നമുക്ക് യേശുനാമത്തിൽ ചോദിക്കാം. ഈശോയെ, എൻ്റെ മക്കൾ, അവരുടെ ഭാവി ജീവിതം, എൻ്റെ കുടുംബം, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ, ഇന്നെന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഇതാ നിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. ഏറ്റെടുക്കണേ ഈശോ, ഏറ്റെടുക്കണേ. എൻ്റെ ജീവിതത്തിലേക്ക് പ്രഭാതത്തിൽ യേശുവേ നീ കടന്നു വരണമേ. ജീവിതത്തിലെ നാളുകളായുള്ള പലവിധ തടസ്സങ്ങൾ, ബന്ധനങ്ങളെല്ലാം യേശുനാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും യേശുവേ യേശുവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയണേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് യേശുവേ വന്ന് നിറയണമേ. അവരുടെ ഭാവി ജീവിതം യേശുവേ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിത്യപിതാവിൻ്റെ വത്സല പുത്രനായ യേശുവേ, ലോകരക്ഷകനായ യേശുവേ, ഏകരക്ഷകനായ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിത്യപ്രകാശമായ യേശുവേ, വചനമാകുന്ന എൻ്റെ യേശുവേ,
കന്യകാമറിയത്തിൻ്റെ പുത്രനായ എൻ്റെ യേശുവേ, വഴിയും സത്യവും ജീവനുമായ യേശുവേ, ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് യേശുവെന്ന അത്ഭുതനാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പാപമോചകനായ യേശുവേ, എല്ലാ പാപികളിലേക്കും യേശുനാമം വ്യാപരിക്കട്ടെ. ഗുരുവനാഥനുമായ എൻ്റെ യേശുവേ, സൗഖ്യദായകനായ യേശുവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല രോഗികളിലേക്കും യേശുവെന്ന അത്ഭുതനാമത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. സൗഖ്യദായകനായ യേശുവിൻ്റെ സൗഖ്യപ്പെടുത്തുന്ന അത്ഭുതനാമത്തിൻ്റെ ശക്തി എല്ലാ രോഗികളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. സർവശക്തനായ യേശുവേ, ജീവജലത്തിൻ്റെ ഉറവിടമായ യേശുവേ, ഞങ്ങളെല്ലാവരിലും വന്ന് നിറയണമേ. നിത്യജീവൻ്റെ അപ്പമായ യേശുവേ, സമാധാന ദാതാവായ യേശുവേ, എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും എല്ലാ ഹൃദയങ്ങളിലും യേശുവിൻ്റെ സമാധാനം നിറയട്ടെ. ശാന്തശീലനും വിനീത ഹൃദയനുമായ യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ഹൃദയം പോലെയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയനായ യേശുവേ, ആദിയും അന്ത്യവുമായ യേശുവേ, എല്ലാ മക്കളിലേക്കും യേശുവേ ഈ സമയം വന്ന് നിറയട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെല്ലാം ഈ സമയം കർത്താവേ അവിടുന്ന് ഏറ്റെടുക്കണമേ. എല്ലാ മക്കളിലേക്കും യേശുനാമം വ്യാപരിക്കട്ടെ. യേശുവേ 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 യേശുവേ, നന്ദി നന്ദി നന്ദി. യേശുവേ, സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. യേശുനാമത്തിൻ്റെ ശക്തി നിറയട്ടെ. യേശുനാമത്തിൻ്റെ ശക്തി നിറയട്ടെ എല്ലാ മക്കളിലേക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 18:10 വചനം. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. വചനം എങ്ങനെയാ? കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. ഓ കർത്താവേ, അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. ഞങ്ങളെ കൈവിടരുതേ. ഈ പ്രഭാതം, ഈ ദിവസം അങ്ങ് അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. നിന്റെ നന്മ നിറയേണമേ. നിന്റെ നന്മ നിറയേണമേ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഉറക്കമില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ മേൽ, ആ ആവശ്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കാനായിട്ട് ഈ സമയം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, സത്യ ഏകദൈവമായ അങ്ങയെയും അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാലാഖമാർ അവിടുത്തെ സ്തുതിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞങ്ങളുടെ സംരക്ഷണവും രക്ഷയുമായ കർത്താവേ, നിന്റെ ദിവ്യമായ അത്ഭുത ശക്തി കൊണ്ട് എൻ്റെ മേലും എന്നിൽ വന്നു ചേരാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കണമേ. എൻ്റെ ജീവിതത്തിൽ തടയപ്പെട്ടിരിക്കുന്നതായ കൃപകളും അനുഗ്രഹങ്ങളും എന്നിൽ നൽകണമേ.
എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം, നിങ്ങളുടെ ആവശ്യം എന്താണോ അതേ സമയം ഈശോയോട് പറ. നടത്തിത്തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, സത്യ ഏകദൈവമായ അങ്ങയെയും അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാലാഖമാർ അവിടുത്തെ സ്തുതിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞങ്ങളുടെ സംരക്ഷണവും രക്ഷയുമായ കർത്താവേ, നിന്റെ ദിവ്യമായ അത്ഭുത ശക്തി കൊണ്ട് എൻ്റെ മേലും എന്നിൽ വന്നു ചേരാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കണമേ. എൻ്റെ ജീവിതത്തിൽ തടയപ്പെട്ടിരിക്കുന്നതായ കൃപകളും അനുഗ്രഹങ്ങളും എന്നിൽ നൽകണമേ. എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം നടത്തി തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, സത്യ ഏകദൈവമായ അങ്ങയെയും അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാലാഖമാർ അവിടുത്തെ സ്തുതിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞങ്ങളുടെ സംരക്ഷണവും രക്ഷയുമായ കർത്താവേ, നിന്റെ ദിവ്യമായ അത്ഭുത ശക്തി കൊണ്ട് എൻ്റെ മേലും എന്നിൽ വന്നു ചേരാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കണമേ. എൻ്റെ ജീവിതത്തിൽ തടയപ്പെട്ടിരിക്കുന്നതായ കൃപകളും അനുഗ്രഹങ്ങളും എന്നിൽ നൽകണമേ. എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം നടത്തി തരണമേ. ആമേൻ. കാവൽ മാലാഖയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണ്ണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ. സാത്താൻ ശക്തികൾ തകരട്ടെ. റാഫേൽ, ഗബ്രിയേൽ, മിഖായേൽ, മാലാഖമാർ, ദൂതന്മാർ, യൗസപിതാവും മാതാവും രക്ഷാവലയം തീർക്കട്ടെ. പത്രോസ്, പൗലോസ്, ഇടയന്മാർ, രക്തസാക്ഷികൾ, ശിഷ്യന്മാർ, വിശുദ്ധരാകും പുണ്യാത്മാക്കൾ കാവൽ എന്നും നൽകട്ടെ. തിരുവചനത്തിൻ ശക്തിയാൽ അഭിഷേകത്താൽ നിറയട്ടെ. തിരുരക്തത്തിൻ അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ രക്ഷകനേശു ജയിക്കട്ടെ. ദുഷ്ടാരൂപികൾ അകലട്ടെ. ദൈവാത്മാവ് ഭരിക്കട്ടെ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ. സാത്താൻ ശക്തികൾ തകരട്ടെ.